ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ മാസത്തിൽ രാശികളുടെ മാറ്റമാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലിൻ്റെ ആകെ ചിത്രം ഉണ്ടാവും തൊട്ട് വെച്ചാൽ വീഡിയോയൊക്കെ ആദ്യം തന്നെ ലഭിക്കും നിങ്ങൾക്ക്. ഇന്ന് നമ്മൾ പുണർതം പോയ ആയില്യം, ഈ 3 നാളുകളാണ് പറയുന്നത്. ആദ്യം നമുക്ക് പുണർതം നാളെ നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു മാസം. മറ്റുള്ളവരുടെ അത് ബാഹ്യമായിട്ടുള്ള പ്രേരണകൾക്ക് നിങ്ങൾ അല്പം വിധേയരാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ട് നല്ലപോലെ മെച്ചപ്പെടുന്നതാണ്. കടബാധ്യതകളൊക്കെ പരിഹരിക്കാനാകും മിഥുനക്കൂറുകാർക്ക്. കൂടെയുള്ള സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം നമുക്ക് നമ്മൾക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. മെച്ചപ്പെട്ട ജോലിക്കുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഈ മാസം ഉടനെ ജോലിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. കുടുംബകാര്യങ്ങൾ, ജീവിത പങ്കാളിയുടെ നിർദ്ദേശം ഒക്കെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നല്ല കാര്യമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ കരാർ വ്യവസ്ഥയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കണം. അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കലകൾ എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണിപ്പോൾ. വസ്തുവൊക്കെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസം കഴിഞ്ഞിട്ടത് നോക്കുന്നതായിരിക്കും നല്ലത്. കുറേ നാളുകളായിട്ട് നിങ്ങൾ വായ്പ അടച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് അടഞ്ഞു തീരും ഈ മാസം. നിങ്ങൾക്ക് കുറച്ച് അമിതമായിട്ട് ഉത്സാഹം ഉണ്ടാകും. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അത് വേണ്ടത്. അത് നല്ലൊരു ഇതല്ലത്. ഇതാണെന്ന് നമുക്ക് ഈ മാസത്തിലെ പിറന്നാളിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇനി പൂയ നാളിനെ കുറിച്ച് പറയാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആത്മവിശ്വാസം ഉണ്ടാകും. ശക്തിയേറിയ ചുമതലകൾ നിങ്ങൾ കൃത്യമായിട്ടത് നിങ്ങൾ ചെയ്തു തീർക്കും. പ്രൈവറ്റ് ജോലിയിലേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല. താമസിയാതെ കിട്ടുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. വരുമാനം വർദ്ധിക്കും ബിസിനസ്സുകാർക്ക്. മത്സര ബുദ്ധിയുള്ള കരാറുകളിൽ ഒക്കെ നേട്ടം കിട്ടും നിങ്ങൾക്ക്. ചൊവ്വ 4-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ ഇച്ചിരി അലോസരങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ കെട്ടിട പണിയൊക്കെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അത് കൂടുതൽ പണം ആവശ്യമായി വന്നേക്കാം. കടബാധ്യതയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തനം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും മനസ്സുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. ജന്മരാശിയിലേക്ക് വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ 18 കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാകും. അതായത് പ്രണയബദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബന്ധമൊക്കെ ദൃഢമാകും. ഭാവി സംബന്ധിച്ച തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കും. ഇതാണ് പൂയ നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ആയില്യം നാൾ നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു മാസം പണച്ചെലവ് ഏറുന്നൊരു മാസമാണ്. വീട്ടിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിനും വീടിനുമൊക്കെ അറ്റകുറ്റപ്പണിയൊക്കെ വന്നേക്കാം. ജോലിയിലൊക്കെ ഉറച്ചു നിൽക്കും. എന്നാൽ ജോലി തേടുന്നവർക്ക് പ്രൈവറ്റായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അത് ഗുണം ചെയ്യില്ല കേട്ടോ. ബന്ധുക്കളുടെ കാര്യത്തിൽ ഒക്കെ ഇടപെടുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം. നിങ്ങൾ മുന്നേ തീരുമാനിച്ച തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും സന്ദർഭം ഉണ്ടാകും. നിങ്ങൾ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങാൻ സാധ്യതയുണ്ട്. രോഗത്തിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തുടർ ചികിത്സ ആവശ്യമായിട്ട് വരും. മകളുടെ വിവാഹകാര്യത്തിലൊക്കെ പ്രതിഷ്ഠ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അധികാരികളോട് വിരോധിക്കുന്നത് കരുതലോടെ വേണം. പ്രണയാനുഭവങ്ങൾ സന്തോഷമാകും.
പിന്നെ സമ്മിശ്ര ഫലങ്ങൾ കാണുന്നത് വ്യാഴം ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സമ്മിശ്ര ഫലങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.